തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ ഏറെ പുരാതനമായ കുളച്ചൽ എന്ന തുറമുഖമാണിത്. 20 മീറ്റർ ആഴമുള്ള വെള്ളമുള്ള ഒരു സ്വാഭാവിക തുറമുഖമാണിത്. പുരാതന തുറമുഖ നഗരമായ കുളച്ചൽ AD 3-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ചെന്നൈക്കും തിരുനെൽവേലിക്കും ഇടയിലായി ചൈനയുമായും തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായും നേരിട്ടുള്ള സമുദ്ര ബന്ധം നിലനിർത്തിയിരുന്നുവെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. തിരുവനന്തപുരത്തു നിന്നും നാഗർകോവിലേക്ക് പോകുന്ന വഴി കളിക്കവള കഴിഞ്ഞ് മാർത്താണ്ഡം എന്ന സ്ഥലത്തു നിന്നും വലത്തോട്ട് തിരിഞ്ഞ് 16 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ നമുക്ക് കുളച്ചൽ എന്ന ഈ തുറമുഖ പട്ടണത്തിലെത്തിച്ചേരാൻ കഴിയും. 1741 തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ രാജാവ് ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ സ്ഥലമാണ് കുളച്ചൽ എന്ന് സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് നമ്മൾ പഠിച്ചിരുന്നു. തിരുവിതാംകൂറും ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലുള്ള യുദ്ധങ്ങളുടെ ഭാഗമായി നടന്ന പോരാട്ടമാണ് കുളച്ചൽ യുദ്ധം. മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടുകൂടി നടത്തിയ നിർണായകമായ ഈ യുദ്ധത്തിലെ തോൽവിയിലൂടെ ഡച്ചുകാർക്ക് ഇന്ത്യയിലെ കോളനികളുടെ ആധിപത്യം ഏകദേശം നഷ്ടമായി. ഇന്ത്യയിൽ വിദേശ നാവികസേനയോട് ഏറ്റുമുട്ടി വിജയിച്ച ആദ്യത്തെ യുദ്ധമായിരുന്നു കുളച്ചൽ യുദ്ധം. തിരുവിതാംകൂർ ദളപതിയായിരുന്ന അനന്ത പത്മനാഭൻ പിള്ളയുടെ നേതൃത്വത്തിൽ തദ്ദേശവാസികളായ മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടുകൂടിയാണ് മാർത്താണ്ഡവർമ്മ രാജാവ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ യുദ്ധം നടത്തിയത്. യുദ്ധത്തിൽ ഡച്ച് കപ്പിത്താനായ ഡെല്ലോയ് ഉൾപ്പെടെ 24 ഡച്ചുകാർ തിരുവിതാംകൂർ സൈന്യത്തിന്റെ പിടിയിലായി. മാർത്താണ്ഡവർമ്മ രാജാവിന്റെ ബുദ്ധിസാമർഥ്യവും ദളപതിയുടെ പോരാട്ട വീര്യവും മത്സ്യത്തൊഴിലാളികളുടെ നെഞ്ചുറുപ്പും കൊണ്ടാണ് ഈ യുദ്ധത്തിൽ തിരുവിതാംകൂറിന് വിജയിക്കാനായത്. നാവികസേനാബലത്തിൽ ഏറെ മുൻപിലായിരുന്ന ഡച്ച് സൈന്യത്തോട് ഏറ്റുമുട്ടുവാൻ കടൽത്തീരങ്ങളിൽ ഉണ്ടായിരുന്ന തെങ്ങ്, പന തുടങ്ങിയ മരങ്ങൾ വെട്ടി ഉന്തുവണ്ടികളിൽ നിരത്തി കടലിനഭിമുഖമായി ആക്രമിക്കാൻ വരുന്ന ഡച്ച് സേനയ്ക്ക് അഭിമുഖമായി നിരത്തി അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ കടലിന്റെ മക്കളെന്നറിയപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ കടലിലൂടെ നീന്തിച്ചെന്ന് ഡച്ചുകാരുടെ കപ്പലുകൾക്ക് കേടുപാടുകൾ വരുത്തുകയും ചെയ്താണ് ഈ യുദ്ധത്തിൽ തിരുവിതാംകൂർ വിജയിച്ചത്. അതിന്റെ സ്മരണയ്ക്കാണ് ഒരു സ്തൂപം കുളച്ചൽ തീരത്തിനടുത്തായി സ്ഥാപിച്ചിരിക്കുന്നത്.